കടബാധ്യതകൾ ഒഴിവാകാനായിട്ട്, തൊഴിലിൽ നമുക്ക് ഉയർച്ചയുണ്ട്, തൊഴിലുണ്ട് പക്ഷെ തൊഴിൽ പ്രമോഷനില്ല, ഉദ്ദേശിച്ച തരത്തിലുള്ള ശമ്പള വർധനവില്ല, അങ്ങനെ തൊഴിൽ ഉയർച്ച ഉണ്ടാവാനായിട്ടൊക്കെ നമുക്ക് വന്നു ചേരാനൊക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ജപിക്കുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശങ്കരാചാര്യർ ആലേഖനം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സൗന്ദര്യലഹരി. ഈ സൗന്ദര്യലഹരി നേരത്തെ ഒന്നും ആരും പാരായണം ചെയ്യുകയോ സൗന്ദര്യലഹരിയിൽ അത്ര കൃതികളുടെ ആ സൗന്ദര്യലഹരിയിലെ ഓരോ ജപങ്ങളുടെയും ഓരോ പാരായണത്തിൻ്റെ അർത്ഥങ്ങളൊന്നും ആരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ശങ്കരാചാര്യർ ആലേഖനം ചെയ്യപ്പെട്ടതും ദേവി വിരചിതമായതുമായ കൈലാസത്തിൽ നിന്ന് ആചാര്യൻ പകർത്തിയെടുത്തതെന്നാണ് ഐതിഹ്യം. ഈ സൗന്ദര്യലഹരി കൈലാസത്തിൽ നിന്ന് ആചാര്യൻ പകർത്തിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ശങ്കരാചാര്യർ രചിച്ചതുമാണ്, ആലേഖനം ചെയ്തതുമാണ്. ഇതിലെ പകുതി ശ്ലോകങ്ങളെന്നും ഐതിഹ്യമുണ്ട്. ഈ പറയുന്ന ശങ്കരാചാര്യരുടെ ഈ സൗന്ദര്യലഹരിയിലെ ഏറ്റവും പവറും ഉള്ളതും ഉത്തമമായതുമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഒരു സൗന്ദര്യലഹരി എന്ന് പറയുന്നത്. അതിൽ ഓരോ ശ്ലോകങ്ങൾക്കും തക്കതായിട്ടുള്ള കാര്യസിദ്ധിയും ഉദ്ദിഷ്ട കാര്യസിദ്ധിയും ഉണ്ട്. ഏത് കാര്യത്തിനാണോ നിങ്ങൾ അതിലെ ഒരു ശ്ലോകം എടുത്ത് 4 വരി അടങ്ങുന്നതാണ് അതിലെ ശ്ലോകം, ഈ സൗന്ദര്യലഹരിയിൽ ആ ശ്ലോകം നിങ്ങൾ പാരായണം ചെയ്യുന്നത്, അത് ഭയഭക്തി വ്രതശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടിയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യസാധ്യം നടന്നിരിക്കും സൗന്ദര്യലഹരിയിൽ. പക്ഷേ അതിന് യഥാവിധി ചില വിധികളൊക്കെ ഉണ്ട്, അതനുസരിച്ച് വേണം നമ്മളത് പാരായണം ചെയ്യാനായിട്ട്. വെറുതെ ഒരു ബുക്ക് വായിക്കുന്ന പോലെയോ വെറുതെ ഒരു നാമം നമ്മൾ ചൊല്ലുന്ന പോലെയോ ഒന്നും മാത്രം പോരാ സൗന്ദര്യലഹരി നമ്മൾ ചെയ്യാനായിട്ട്. അർത്ഥമറിഞ്ഞ് വളരെ വ്രതശുദ്ധിയോടുകൂടിയാണ് നമ്മളത് പാരായണം ചെയ്യേണ്ടത്. ഓരോ 4 വരിയിലും ഓരോ ശ്ലോകത്തിലും 4 വരിയാണ് അതിലുള്ളത്. ഇന്നിലെ ഓരോ ശ്ലോകങ്ങളും മന്ത്രാചാരങ്ങളാൽ, മന്ത്രങ്ങൾ കൊണ്ട്, മന്ത്ര ഉച്ചാരണങ്ങളാൽ നിബിഡമായതാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ശുദ്ധിയോടുകൂടി ആർക്കും ഈ ശ്ലോകങ്ങൾ ചൊല്ലി ദേവിയെ ധ്യാനിക്കാം. ദേവിയെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ സൗന്ദര്യലഹരി നമ്മൾ 41 ദിവസം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യസിദ്ധിയും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. സന്ധ്യാസമയത്തോടൊപ്പം തന്നെ അമ്പല ദർശന സമയത്തോ സന്ധ്യാസമയത്തോ അമ്പലത്തിലെ ദർശനത്തിന് പോകുന്ന സമയത്തൊക്കെ മനഃശുദ്ധിയോടുകൂടി നമുക്ക് ഏത് കാര്യമാണോ വേണ്ടത് ആ ശ്ലോകം നമുക്ക് ജപിച്ച് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഇനി ഈ സൗന്ദര്യലഹരിയിലെ 100 ശ്ലോകങ്ങളും ഒരുമിച്ച് കാണാതെ പാരായണം ചെയ്ത്, സൗന്ദര്യലഹരി ഒരു പാരായണമൊക്കെ ഇപ്പോൾ ഒരു കോഴ്സായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ളൊരു ഗ്രന്ഥമാണത്. അതുകൊണ്ട് അതിനൊരു കോഴ്സായിട്ടൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനെങ്ങനെ പാരായണം ചെയ്യണം, അതിൻ്റെ അർത്ഥവിധാനങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ്. അതിൽ ഓരോന്നിനും തങ്കത്തകിടിലൊക്കെ എഴുതി അത് കവചമായിട്ട് ഓരോ ശ്ലോകവും തങ്കത്തകിടിൽ എഴുതി യന്ത്രവിധി പ്രകാരം ധരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന 100% റിസൾട്ടും ഉറപ്പാണ്. നമ്മുടെ ദുരിത നിവാരണത്തിനായിട്ട് നമുക്ക് ഈ ശങ്കരാചാര്യരാൽ വിരചിതമായ സൗന്ദര്യലഹരിയിലെ 1-ാമത്തെ ശ്ലോകം, അത് നമ്മുടെ ഏതെങ്കിലും കുടുംബത്തിൽ നമുക്ക് ദുഃഖ നിവാരണത്തിന് വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ 1-ാമത്തെ ശ്ലോകം നമുക്ക് വിദ്യാമണ്ണം പാരായണം ചെയ്യാം. അത് എല്ലാ ദിവസവും ഏത് ശ്ലോകമാണെങ്കിലും ചിലത് 36, ചിലത് 76, അങ്ങനെ ഓരോന്നിനും കണക്കുണ്ട്. എങ്കിലും ദുരിത നിവാരണത്തിന് നമുക്ക് ശ്ലോകം 1 നിത്യവും ജപിക്കാൻ പറ്റും. നമുക്കിപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അപവാദങ്ങളും മറ്റുള്ളവർ നമ്മളെ എപ്പോഴും നാണം കെടുത്തുക, കളിയാക്കുക, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ജനപ്രീതി നേടാനായിട്ട് സമൂഹത്തിൽ ഉന്നതരായിട്ട് നിൽക്കുന്ന ആളുകളോ അല്ലെന്നുണ്ടെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപവാദങ്ങളൊക്കെ വന്നു ചേരുമെന്ന് തോന്നുകയാണെങ്കിൽ 2-ാമത്തെ ശ്ലോകം നമുക്ക് നിരന്തരം ജപിക്കാൻ പറ്റും. അത് 76 തവണയൊക്കെയാണ് ജപിക്കേണ്ടത് 2-ാമത്തെ ശ്ലോകം. അതുപോലെ തന്നെ കുട്ടികൾ എല്ലാ ചികിത്സയും ചെയ്ത് സകല ചികിത്സകളും ചെയ്ത് മടുത്ത് വന്ധ്യതയായിട്ട് കുട്ടികളുണ്ടാവാതിരിക്കുന്നവർക്ക് വന്ധ്യതാ നിവാരണത്തിനായിട്ട് 6-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാൻ പറ്റും. സൗന്ദര്യലഹരി എന്ന് പറയുന്നൊരു ബുക്കാണ്. ആ ഗ്രന്ഥം വാങ്ങിച്ചിട്ട് അതിൽ ഓരോ ശ്ലോകവും നമ്മൾ എന്ത് ആവശ്യത്തിനാണോ ഉദ്ദേശിക്കുന്നത് ആ ശ്ലോകം ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ പോലെ ഒന്ന് വാങ്ങിച്ച് ദീക്ഷയായിട്ടെടുത്ത് പാരായണം ചെയ്യാൻ തുടങ്ങുക. അത് നെയ്വിളക്കിന് മുന്നിലിരുന്ന് ഏത് മന്ത്രവും നെയ്വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നത് വളരെ വിശിഷ്ടമാണ്. ദൃഷ്ടിദോഷം, സർപ്പദോഷമൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറുന്നതിനായിട്ട് 20-ാമത്തെ ശ്ലോകം നിത്യവും 48 ഉരു ജപിക്കാൻ നോക്കുക. നിത്യവും ജപിക്കുക. ഇല്ലെങ്കിൽ 41 ദിവസം അതൊരു ഉപാസനയായിട്ട് 108 ഉരു ജപിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് മാറ്റങ്ങളുണ്ടാവും. കടബാധ്യത മാറി, നിങ്ങൾക്ക് ധാരാളം കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറി ധനം വരാനും ധനം നിലനിൽക്കാനും ഒക്കെ ആണെങ്കിൽ ശങ്കരാചാര്യരുടെ ഈ പറയുന്ന സൗന്ദര്യലഹരിയിലെ 23-ാമത്തെ ശ്ലോകം നിങ്ങൾക്ക് 108 തവണ പാരായണം ചെയ്യാം. 23-ാമത്തെ ശ്ലോകം 108 തവണ ദിനം പ്രതി നെയ്വിളക്കിന് മുന്നിലിരുന്ന് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ കടബാധ്യതകളൊക്കെ ദിനം പ്രതി ഒഴിഞ്ഞു മാറുന്നതാണ്. അതുപോലെ തന്നെ
ശത്രു ദോഷം ഉണ്ട്, ശത്രുക്കൾ നിങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്ലോകം 26 പാരായണം ചെയ്യാം. നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരുന്നു, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നി എനിക്കെന്തോ വല്ലാത്തൊരു അപകടങ്ങൾ വരുന്നു, എന്തോ ഒരു വലിയ ബുദ്ധിമുട്ട് വരുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ശ്ലോകം 28 നമുക്ക് സൗന്ദര്യലഹരിയിലെ ശ്ലോകം 28 പാരായണം ചെയ്യാനായിട്ട് സാധിക്കും. അത് നിരന്തരം പാരായണം ചെയ്യുക. ദുസ്വപ്നം കാണുന്നൊരു ശീലമുണ്ട് നിങ്ങൾക്കെങ്കിൽ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, അങ്ങനെ ദുസ്വപ്നം കണ്ടു അങ്ങനെ ദുസ്വപ്നം കാണുന്നൊരു ശീലം തുടർച്ചയായിട്ടുണ്ട്, അതുമൂലം നിങ്ങൾക്ക് ഉറക്കം കെടുത്തുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്ലോകം 39 പാരായണം ചെയ്യാൻ പറ്റും. ഉദരരോഗം നിങ്ങളെ വയറിൽ കാരണമില്ലാതെ ഉദരരോഗം ബുദ്ധിമുട്ടിക്കുന്നു, വല്ലാതെ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിച്ചാൽ പ്രശ്നങ്ങൾ, ഉദരത്തിന് വല്ലാത്ത അസ്വസ്ഥതകൾ, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, എത്ര മരുന്ന് കഴിച്ചാൽ അത് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു 41 ദിവസം ഈ ശ്ലോകം 41 എടുത്തിട്ട് 41 ദിവസം നിങ്ങൾ വിധിയാവണ്ണം ഈ ശ്ലോകം പാരായണം ചെയ്യുക. ഇതിൽ ഉചിതമായിട്ടുള്ള ശ്ലോകങ്ങൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിരന്തരമായിട്ട് അത് തിരഞ്ഞെടുത്ത് ഒരു ഗുരുവിൽ നിന്നത് ദീക്ഷ പോലെ ആ ശ്ലോകം കേട്ട് നിങ്ങൾ പാരായണം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസവും കിട്ടും, മോചനവും കിട്ടും. അനുഭവം കൂടിയാണ്. ഏത് ഗ്രന്ഥത്തിൽ നിന്ന്, ഈ സൗന്ദര്യലഹരിയിൽ നിന്ന് ഏത് ഇതാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്.